വി രാജേഷ് തകർക്കുകയാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്താവും മുന്നോട്ട് പോകുമ്പോൾ? ഞാൻ വി രാജേഷ് തകർക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് തിരുവനന്തപുരത്തുകാരുടെ ഒരു വലിയ പ്രതീകമുണ്ടായിരുന്നു. CPM-കാർ തള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രതീകം. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. ശിവൻകുട്ടിക്കായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല, CPM-ൻ്റെ ചാർജ്. കാരണം മുൻ മേയറൊക്കെ ആയിരുന്നല്ലോ ശിവൻകുട്ടി, അല്ലേ? ശിവൻകുട്ടി മേയറായിരുന്നു, അവിടെ SFI നേതാവായിരുന്നു. അങ്ങനെ വളർന്നു വന്ന ആളാണ് ശിവൻകുട്ടി. അപ്പോൾ ശിവൻകുട്ടിയുടെ കയ്യിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാണ് CPM-കാർ പറയുന്നത്. ശിവൻകുട്ടിയെണ്ണം വിചാരിച്ച തിരുവനന്തപുരത്തിന് ഈച്ച പോലും പറക്കില്ല. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ദാദ. മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, LLB പാസ്സായിട്ടുമുണ്ട്. അത് പോട്ടെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ താണ്ഡവം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നിയമസഭയിലെ താണ്ഡവം, പിന്നെ ബോധം കെടൽ, അർത്ഥനഗ്നനായിട്ട് പുള്ളി എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന ചിത്രമൊക്കെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനതല്ല പറയുന്നത്. ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ BJP-യെ പരമപുച്ഛമാണ്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനം തിരുവനന്തപുരത്ത് ഒരിക്കലും പച്ചപിടിക്കാൻ പോകുന്നില്ല എന്ന് നിരന്തരം പറയുകയും അഹന്തയോടെ പറയുകയും ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയുടെ ശരീരഭാഷ എന്ന് പറയുന്നത് പരമപുച്ഛത്തിൻ്റെയും അപരവിദ്വേഷത്തിൻ്റെയാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക, മറ്റുള്ളവരെ ഏറ്റവും മോശമായി സംസാരിക്കുക, അതൊക്കെ ശിവൻകുട്ടിയുടെ മുദ്രയാണ്. ഈ ശിവൻകുട്ടിയെ രാജേഷുമായിട്ട് ഞാനത് കമ്പയർ ചെയ്യുകയാണ്. കാരണം രാജേഷ് അവിടെ വിജയിച്ചു. രാജേഷ് BJP-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനായ ഒരു നേതാവാണ് വി രാജേഷ്. രാജേഷ് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയറായിരിക്കുന്നു. ശിവൻകുട്ടി അവിടുത്തെ മന്ത്രിയുമാണ്. ശിവൻകുട്ടി തോറ്റുപോയി എന്ന് പറഞ്ഞാൽ മുൻ മേയറായ ശിവൻകുട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ശിവൻകുട്ടി അടിച്ചു മാറ്റിയിട്ടുണ്ട് വി രാജേഷിൻ്റെ ഒരു സ്വർണ്ണ മോതിരം. പ്രിയനറിയാമോ കഥ? ഇല്ല. ശിവൻകുട്ടിക്ക് നാണമുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, ലജ്ജയുണ്ടെങ്കിൽ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവർക്ക് ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് പല പേരുകൾ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. കണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ കേരളത്തിലുണ്ടെങ്കിൽ അവരുടെ പേര് കമ്മ്യൂണിസ്റ്റുകളെന്നാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരെന്നാണ്. അങ്ങനെ നിർലജ്ജം, എന്തും അഭിമാനമായി, അതായത് ആലുകെളുത്ത അത് തണലാണെന്ന് മാത്രമല്ല അതിൽ കൂട് കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന പ്രകൃതക്കാരാണ് കേരളത്തിലെ CPM-കാർ. അവരുടെ തലതൊട്ടപ്പനാണ് ഈ കണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയുള്ള ശിവൻകുട്ടി. ഞാനൊരു കഥ പറഞ്ഞുതരാം. 2010-ലാണ്. 2011 തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് ഉണ്ടായിരുന്നത് എത്ര കൗൺസിലർമാരാണെന്നോ അറിയാമോ പ്രിയന്? ഇല്ല. നേമത്തുകാരനല്ലേ. ഞാൻ കൊച്ചി ഇരിക്കുന്നത് എനിക്കറിയാം. 6 കൗൺസിലർമാരാണ് 2010. അതായത് 16 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് BJP ഭരിക്കുന്ന തിരുവനന്തപുരത്ത് 6 കൗൺസിലർമാരുണ്ടായിരുന്നു. 2014 മോദി അധികാരത്തിൽ വന്നു. അതിൻ്റെതായ ഒരു ആവേശം കേരളത്തിൽ ഉൾപ്പെടെ BJP അണികൾക്കുണ്ടായി. ഞങ്ങൾക്ക് കേന്ദ്രം വരെ ഭരിക്കാൻ കഴിയുന്ന മോദിയെ പോലെയുള്ള ഒരു നേതാവ് വന്നിരിക്കുന്നു എന്നുള്ള ആവേശം. തിരുവനന്തപുരത്ത് അങ്ങനെയല്ല കേട്ടോ. പണ്ട് കേരളവർമാവ് മത്സരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് 1 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ണാണ് പത്മനാഭൻ്റെ മണ്ണ്. കാരണം ശ്രീ പത്മനാഭൻ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന താമരയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചിഹ്നത്തിലുണ്ട് 2 താമര. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൊടി കണ്ടാൽ അത് BJP-യുടെ കൊടി പോലെയാണ്. കാരണം BJP അവിടേക്ക് ഭരണമായിരുന്നു, അത് പത്മനാഭൻ്റെ നിയോഗമായിരുന്നു. BJP വന്നു, പതുക്കെ ആ സീറ്റിലേക്ക് BJP എത്തി. അപ്പോൾ ഏതായാലും ഞാൻ പറയാൻ വന്നത് 2014 മോദി വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ചാനൽ ചർച്ച ശിവൻകുട്ടി മറന്നുപോയി കാണും. ചാനൽ ചർച്ചയിൽ വി രാജേഷ് കൊണ്ട് ശിവൻകുട്ടിയും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു BJPക്ക് തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം ഉണ്ടാകും, കോർപ്പറേഷനിൽ BJP വലിയ നേട്ടമുണ്ടാക്കും എന്ന് രാജേഷ് പറഞ്ഞു. ഊടുപാട് വളരെ നിന്ദ്യമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു ശിവൻകുട്ടി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ജയിക്കുമെന്നോ, നിങ്ങൾക്ക് ഈ സഭയിൽ കോർപ്പറേഷനിൽ നിങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ കിട്ടുമെന്നോ, അങ്ങനെ ഒരു കാര്യം ചെയ്യാം രാജേഷിന് ഞാൻ 2 അക്കം, അതായത് 2 അക്കം 9 കഴിഞ്ഞ് 10, മിനിമം 10 സീറ്റെങ്കിലും കിട്ടിയാൽ രാജേഷിന് ഞാനൊരു സ്വർണ്ണമോതിരം തരുമെന്ന് ശിവൻകുട്ടി പറഞ്ഞായിരുന്നു. ശിവൻകുട്ടി മറന്നുപോയോ? പക്ഷേ അത് സ്ക്രീനിൽ കണ്ട ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. BJPക്കാരെ അപമാനിക്കാനും BJPക്ക് ഈ നാട്ടിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്നു പറയാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ മേയറായിരുന്ന അവിടുത്തെ MLA ആയ ഇപ്പോൾ മന്ത്രിയായ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്ര കിട്ടിയതറിയോ? BJPക്ക് 34 സീറ്റ് കിട്ടി. BJPക്ക് 34 സീറ്റ് കിട്ടി. ഉളുപ്പുണ്ടോ ശിവൻകുട്ടി? കൊടുത്തിട്ടില്ലല്ലോ ആ സ്വർണ്ണമോതിരം. നാണമുണ്ടോ?
നാണവും മാനവുമില്ലാത്ത ഒരു നെറികെട്ട രാഷ്ട്രീയക്കാരൻ്റെ ചിത്രമാണ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചില വെല്ലുവിളിയൊക്കെ നടത്തും എന്ന് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം. അങ്ങനെ പറഞ്ഞൊഴിയല്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ബദ്ധവൈരികളായ ഒരു പ്രസ്ഥാനത്തിന് തിരുവനന്തപുരത്തെ മണ്ണിൽ ഒരു സ്വാധീനവും ഒരു കാലത്തും ഉണ്ടാവില്ല എന്ന് ആ നഗരത്തിൻ്റെ നഗരപിതാവായിരുന്ന അവിടുത്തെ CPMൻ്റെ അനിഷേധ്യ നേതാവായിരുന്ന ശിവൻകുട്ടി വെല്ലുവിളിക്കുമ്പോൾ അത് CPMൻ്റെ വെല്ലുവിളിയാണ്. രാജേഷിനോട് നടത്തിയ വെല്ലുവിളി CPMനോടായി. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുമ്പോഴെങ്കിലും ശിവൻകുട്ടി ഓർക്കണം. നിങ്ങൾ അപമാനിച്ച ആ പ്രസ്ഥാനം ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുകയാണ്. ഇന്നലെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു, ഞാൻ തിരുവനന്തപുരത്ത് വന്നു, വാട്ട് എ വണ്ടർഫുൾ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാജേഷിനെ കുറിച്ച്. അപ്പോൾ രാജേഷ്, VV രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മേയർ നിങ്ങൾ പുച്ഛിച്ച് അപമാനിച്ച് ഒന്നുമല്ലാത്തവരാണെന്ന് വിധി എഴുതിയ BJP എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ രാജേഷ് ഭരിക്കുമ്പോൾ ശിവൻകുട്ടിയെ കേരളത്തിലെ ഇട്ടാവട്ടത്തിലുള്ള ആളുകളാണ് അറിയുന്നതെങ്കിൽ ലോകം മുഴുവൻ ഇന്ന് രാജേഷിനെ അറിയും. ശിവൻകുട്ടി കേരളത്തിലെ ഇട്ടാവട്ടത്തിൽ കിടന്ന് തായം കളിക്കുമ്പോൾ ശിവൻകുട്ടി ഓർക്കണം, രാജേഷിനെ ലോകം മുഴുവൻ അറിയും. കാരണം എന്താണെന്നറിയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നത്തേതുൾപ്പെടെ 4 ട്വീറ്റുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനെക്കുറിച്ച് VV രാജേഷ് അവിടെ മേയറാവുന്നതിനെക്കുറിച്ച് നടത്തിയത്. നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? നിങ്ങൾ ന്യൂയോർക്ക് മേയർ മംദാനിയെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇത് പഴയ മേയറും പറഞ്ഞിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ മേയർ, തിരുവനന്തപുരത്തിൻ്റെ മേയർ, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ പുതിയ പ്രതീക്ഷയായ മേയർ ലോകം മുഴുവൻ അറിയപ്പെടുമ്പോൾ നിർലജ്ജം പഴയ വാഗ്ദാനങ്ങൾ, വെല്ലുവിളികൾ വിഴുങ്ങിക്കൊണ്ട് കാണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയുമായി ഇരിക്കുകയാണ് ശിവൻകുട്ടി. ശിവൻകുട്ടിക്ക് നാണമുണ്ടെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ ചെയ്യണം. ആ സ്വർണ്ണമോതിരം കൊടുക്കണം രാജേഷിന്. കാരണം രാജ്യത്ത് ഞാൻ ഇന്നലെ രാജേഷിൻ്റെ ശരീരഭാഷ കണ്ടു. രാജേഷ് പ്രധാനമന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രി രാജേഷിനെ ആലിംഗനം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു, ഭയങ്കര വൈറലായ വീഡിയോ ആണ്. ആശാനാഥ് പ്രധാനമന്ത്രിയുടെ പാദനമസ്കാരം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി തിരിച്ച് ആശയുടെ പാദങ്ങളെ തൊട്ട് നമസ്കരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോ ഏറ്റവും വൈറലായ വീഡിയോ ഉള്ളതാണ്. അത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് പിന്നെ ആശയുടെ കാല് തൊട്ട് നരേന്ദ്രമോദി തൊടുമ്പോൾ തൊട്ടപ്പുറത്തൊരു ജസ്റ്ററുണ്ട്. ആരാന്നറിയോ? VV രാജേഷ് ഇങ്ങനെ തൊഴുതു നിൽക്കുകയാണ്. അതിൻ്റെ ആരെയാണ് തൊഴുന്നത്? VV രാജേഷ് വണങ്ങിയത്, കൈകൂപ്പി വണങ്ങിയത് തിരുവനന്തപുരത്തെ ജനങ്ങളെയാണ്. പ്രധാനമന്ത്രി തന്നെ ആശ്ലേഷിക്കുമ്പോൾ, തൻ്റെ ഡെപ്യൂട്ടി മേയറുടെ കാല് തൊട്ട് തൊഴുമ്പോൾ അത് ഈ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അംഗീകാരമാണ്, എൻ്റെ പാർട്ടിക്ക് നൽകിയ അംഗീകാരമാണ് എന്ന് കണ്ട് വിനയാന്യുതനായി ജനങ്ങൾക്ക് നേരെ നേരിട്ട് പങ്കെടുത്തവരും ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരെ കൈകൂപ്പി വണങ്ങുന്ന ഒരു രാജേഷിനെ കണ്ടു. ഇതാണ് BJP മുന്നോട്ട് വെക്കുന്ന ഒരു സംസ്കാരം. കാരണം നോക്കൂ, പ്രധാനമന്ത്രിക്ക് തന്നെക്കാൾ പ്രായത്തിൽ ചെറുതായിട്ടുള്ള വളരെ സാധാരണ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്, ഒരു കോർപ്പറേഷൻ കൗൺസിലർ ആര്, തൻ്റെ സ്ഥാനത്തിനപ്പുറത്ത് സ്ത്രീത്വത്തെ മാതൃപ്രതീകമായി കണ്ട് വണങ്ങുന്ന പ്രധാനമന്ത്രി, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു പാരമ്പര്യം, ഒരു സംസ്കാരം. ഇത് ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രി ഇങ്ങനെ വണങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ കാലിൽ ആരൊക്കെ നമസ്കാരം, പ്രധാനമന്ത്രി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാലിൽ വീഴരുതെന്ന്. അതിനുശേഷം ഇത് ആൾക്കാർ നിർബാധം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ പ്രധാനമന്ത്രി മോദിജി പറഞ്ഞു, എൻ്റെ കാലിൽ തൊടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കാലിൽ നമസ്കരിക്കും. അതെ, അതെന്തോ ആവട്ടെ, പക്ഷെ അതൊരു സംസ്കാരമാണ്. കാരണം നമ്മൾ കരുതുന്ന എങ്ങനെയാണ്, ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം അനുസരിച്ച് തൂണിലും തുരുമ്പിലും എല്ലാവരിലും ഉള്ളത് ദൈവ ചൈതന്യമാണ് അല്ലേ. അതാണല്ലോ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് അല്ലേ. ഞാനും നീയും തമ്മിൽ ഭേദമില്ല എന്ന് പറയുകയും എന്നിലും നിന്നിലും ഈശ്വരനുണ്ട്, ഈശ്വരാംശമുണ്ട് എന്ന് കരുതി ആദരിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം, മഹത്തായ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റുകൾക്ക് മനസ്സിലാവത്തില്ല. ആ പാരമ്പര്യമാണ് മോദി ഉൾപ്പെടെ BJPയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ പാലിക്കുന്നു. ഇതൊക്കെ സംഘപരിവാർക്കുമായി ബന്ധമുള്ള ആളുകൾ പാലിക്കുന്ന ഈ മര്യാദകൾ, ഈ ആചാരങ്ങൾ നിങ്ങൾ വിളിച്ചോളൂ, അതൊക്കെ ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കൃതിയുടെ പേരാണ് സനാതനധർമ്മം. സനാതനധർമ്മത്തിൻ്റെ നേരവകാശികൾക്ക് മാത്രം പിന്തുടരാൻ കഴിയുന്ന ഉന്നത മൂല്യമുള്ള അപരനെ ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കടമാണ്. പക്ഷേ അപരനോട് വെല്ലുവിളി നടത്തി അയാളെ അപമാനിക്കാൻ ശ്രമിച്ചിട്ട് പിന്നീട് തൻ്റെ മുന്നിൽ തൻ്റെ വെല്ലുവിളികളാകെ തകർന്നടിഞ്ഞ് വീണ് അപരൻ, അപമാനിക്കപ്പെട്ടവൻ അവിടെ സൗധങ്ങൾ, കൊട്ടാരങ്ങൾ അത് നിർമ്മിച്ചെടുക്കുമ്പോൾ പഴയ വെല്ലുവിളി ഓർക്കണം ശിവൻകുട്ടി. നിങ്ങൾ വാക്ക് പാലിക്കാത്ത, നെറുകേട് മാത്രം കൈമുതലാക്കിയ നിർലജ്ജനായ ഒരു ഒരു ആളാണ്. കാരണം അത് നിങ്ങളുടെ മാത്രം കുഴപ്പമില്ല, നിങ്ങൾ വളർന്നു വന്ന സ്കൂളുണ്ടല്ലോ, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സ്കൂള്, അതിൽ വരുന്നവരൊക്കെ ഇങ്ങനെയാണ്. മനുഷ്യപ്പറ്റില്ലാത്ത, മനുഷ്യനെ ബഹുമാനിക്കാൻ അറിയാത്ത, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത. ഇപ്പോൾ CPMകാർ വീട് കയറുന്നുണ്ട്, വീട് കയറുമ്പോൾ പറയും എല്ലാവരും മര്യാദയ്ക്ക് സംസാരിക്കണം,
മാന്യമായി സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ ഒരു പാവപ്പെട്ട സ്ത്രീ കൈക്കുഞ്ഞുമായിട്ട് അവരുടെ ഭർത്താവ് നിന്നിട്ട് വഴിയോരത്ത് പച്ചക്കറി കച്ചവടം നടത്തുന്നു. കാരണം തൊട്ടപ്പുറത്തൊരു സഖാവിൻ്റെ കടയുണ്ട്. പക്ഷെ ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പൊടിക്കുഞ്ഞുമായി വന്നിട്ട് വഴിയോരത്ത് ഒരു മേൽക്കൂരയില്ല, ഒരു ഷീറ്റിൻ്റെ മറവില്ല, ഒരു കാക്കക്കാലിൻ്റെ മറ പോലുമില്ലാതെ ഒരു സ്ത്രീ കുഞ്ഞുമായി വന്ന് അവരുടെ ഭർത്താവുമായി നിന്ന് കച്ചവടത്തിൽ നടത്തുമ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, കേരളത്തിലെ ഹൈവേയുടെ മുതലാളിയാണല്ലോ, എന്നിട്ട് പറയുന്നു 10 മിനിറ്റ് തരും, അതിനകം എടുത്തു മാറ്റിയില്ലെങ്കിൽ ഞാൻ വലിച്ചെറിയും. അവൻ്റെ അപ്പൻ്റെ വകയാണോ ഇതെന്ന് ചോദിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വരാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് അവർക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ വേറെ കാര്യമാണ്, നിങ്ങൾ ഈ ഗുണ്ടായിസം തുറന്നാൽ നിൻ്റെ തന്തയുടെ വകയല്ല ഈ ഹൈവേ, ഈ നാട് എന്ന് പറഞ്ഞ് ജനം മുന്നോട്ട് വരും. നിങ്ങൾ എത്ര വീട് കയറി അടുക്കളയിൽ ബേബി സഖാവ് മുസ്ലിം സ്ത്രീയുടെ അടുക്കളയിൽ കയറി പാത്രം കഴുകി കൊടുത്താലും ഇതൊന്നും മാറില്ല. നിങ്ങളുടെ രക്തത്തിലുള്ളത് അവരെ മാനിക്കാത്ത, അവരെ അപമാനിക്കുന്ന, അവരെ വെല്ലുവിളിക്കുന്ന ഒരു സംസ്കാരമാണ്. അപ്പോഴാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, ശിവൻകുട്ടി, നിങ്ങൾ ആ സ്വർണ്ണ മോതിരം രാജേഷിന് കൊടുക്കണം. നിങ്ങൾ കട്ടെടുത്തു രാജേഷിൻ്റെ മോതിരം, നിങ്ങൾ കട്ടെടുത്ത മോതിരം BV രാജേഷിന് തിരിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ. പക്ഷേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ 3 അക്ഷരം ഇല്ല, അവർക്ക് ഉളുപ്പില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് അഭ്യർത്ഥനയാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേർ, നമ്മുടെ ആകെയുള്ള വരിക്കാരേക്കാൾ കൂടുതൽ, അതിൻ്റെ എത്രയോ മടങ്ങ് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യ ലൈവ് എന്നുള്ള ചാനൽ കാണുന്നുണ്ട്. ഞങ്ങൾ മറ്റു ചാനലുകൾ പറയാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുമുണ്ട്. നിങ്ങളൊന്ന് സഹായിക്കണം. ഞങ്ങളെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഇന്ത്യ ലൈവിൻ്റെ ലോഗോ, IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പേജ് തെളിഞ്ഞു വരും. അതിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. തൊട്ടുപുറത്തുള്ള ഇടതുവശത്തുള്ള ബെൽ ഐക്കണും കൂടി അമർത്തിയാൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇന്ത്യ ലൈവിനെ സഹായിക്കുക, ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക.